പ്രിയമുള്ളവരെ, ഫുഡ് ബിസിനസ് നടത്തുന്നവർക്ക് വലിയ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നാളിതുവരെ ഫുഡ് ബിസിനസ് നടത്തുന്നവരുടെ വാർഷിക വിറ്റുവരവ് 12 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 2000 രൂപയുടെയോ അല്ലെങ്കിൽ 3000 രൂപയുടെയോ ഒക്കെ ഫുഡ് സേഫ്റ്റി സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടിയിരുന്നു. വാർഷിക വിറ്റുവരവ് 12 ലക്ഷത്തിൽ താഴെ ഉള്ളവർക്ക് മാത്രമായിരുന്നു 100 രൂപയുടെ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇനി മുതൽ ഈ ഏപ്രിൽ 1 മുതൽ 2026 ഏപ്രിൽ 1 മുതൽ വാർഷിക വിറ്റുവരവ് 1.5 കോടി വരെ ഉള്ളവർക്ക് 100 രൂപയുടെ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ FSSA രജിസ്ട്രേഷൻ എടുത്താൽ മതിയാകും. വാർഷിക വിറ്റുവരവ് 1.5 കോടി മുതൽ 50 കോടി വരെ ഉള്ളവർക്ക് മാത്രമാണ് സ്റ്റേറ്റ് ലൈസൻസ് 2000 രൂപയുടെ അല്ലെങ്കിൽ 3000 രൂപയുടെയൊക്കെ സ്റ്റേറ്റ് ലൈസൻസ് ഫുഡ് സേഫ്റ്റി സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടി വരുന്നുള്ളൂ. വാർഷിക വിറ്റുവരവ് 50 കോടിക്ക് മുകളിൽ വരുന്നവർക്ക് മാത്രമാണ് FSSAയുടെ സെൻട്രൽ ലൈസൻസ് ആവശ്യമായി വരുന്നത്. ഫുഡ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കച്ചവടക്കാർക്ക് ഇത് വലിയ ഒരു അനുഗ്രഹമായി മാറും. കാരണം ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കേണ്ടുന്ന സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് 10 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ്. അത് മാത്രമല്ല, ലൈസൻസ് എടുക്കേണ്ട സ്ഥാപനം രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ നൽകിയതിന് മറ്റൊരു 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. നിലവിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കേണ്ടുന്ന സ്ഥാപനങ്ങൾ ഒട്ടനവധി രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ ഒരു അമെൻമെന്റ് വലിയ ഒരു അനുഗ്രഹമായി മാറും. നിലവിൽ വാർഷിക വിറ്റുവരവ് 12 ലക്ഷം വരെ ഉള്ളവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ. അതായത് ഒരു മാസം 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 3500 അല്ലെങ്കിൽ 4000 രൂപ വരെയൊക്കെ വിറ്റുവരവുള്ളവർക്ക് മാത്രമായിരുന്നു രജിസ്ട്രേഷൻ എടുക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇനി മുതൽ ഒരു വർഷം 1.5 കോടി വരെ വിറ്റുവരവുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു മാസം 12.5 ലക്ഷം രൂപ വരെയൊക്കെ വിറ്റുവരവുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 40,000 രൂപ വരെയൊക്കെ വിറ്റുവരവുള്ളവർക്ക് ഇനി മുതൽ ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ 100 രൂപയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതിയാകും. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർക്കുള്ള ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ ഈ ഒരു അമെൻമെന്റിലൂടെ പരിഹാരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്റ്റേറ്റ് ലൈസൻസിൽ പ്രവർത്തിക്കുന്ന 3000 രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നിർമ്മാണ യൂണിറ്റുകളും മാനുഫാക്ചേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ റീപാക്കേഴ്സ് ആവട്ടെ എല്ലാ വർഷവും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് 100 രൂപ എന്ന നിരക്കിൽ ഒരു വർഷത്തേക്ക് 15,000 രൂപ വരെ പിഴ ലഭിക്കാറുണ്ട്. ഇനി മുതൽ ഇത്തരം കച്ചവടക്കാർ ഒട്ടുമിക്കവരും രജിസ്ട്രേഷൻ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ആനുവൽ റിട്ടേണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട